Hi there, welcome again to English Wow. My name is Nishad. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലെസണാണ്. നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ഇംഗ്ലീഷിൽ ഒരുപക്ഷെ നമ്മൾ ഒരു 50% ആക്റ്റീവ് വോയിസും 50% പാസീവ് വോയിസുമാണ് നമ്മൾ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്നത്. മലയാളത്തിൽ അത്രമാത്രം നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവില്ല. അപ്പോൾ ആക്റ്റീവ് വോയിസ് എന്ന് പറയുന്നതിന് അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് ഇംഗ്ലീഷിൽ. ആക്റ്റീവ് വോയിസിൻ്റെ സെൻറ്റൻസുകൾക്കൊക്കെ ഒരു പ്രത്യേക സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ അതിൻ്റെ മീനിങ്ങിലും ചെറിയ മാറ്റങ്ങളുണ്ട്. അപ്പോൾ ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലേക്ക് വരുമ്പോഴുള്ള വ്യത്യാസം എന്താണ്, എങ്ങനെയാണ് നമ്മളൊരു ആക്റ്റീവ് സെൻറ്റൻസിനെ പാസീവ് ആക്കുക എന്നുള്ളതാണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാനിവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സെൻറ്റൻസുകൾ കാണാം. ഞാൻ മൊത്തം 8 സെൻറ്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ സെൻറ്റൻസിനെയും പാസീവ് വോയിസിലേക്ക് വരുന്ന സമയത്തുള്ള മാറ്റം എന്താണെന്നുള്ളതാണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാനിവിടെ എഴുതിയിട്ടുള്ള ഈ ബോർഡിൽ എഴുതിയിട്ടുള്ള ഈ സെൻറ്റൻസുകളൊക്കെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്ന് പറയുന്ന ടെൻസിലുള്ളതാണ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. അപ്പോൾ ഈ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ പാസീവ് വോയിസ് എന്താണെന്നുള്ളതാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങളിവിടെ ആദ്യം ശ്രദ്ധിക്കുക. ദ ഫസ്റ്റ് സെൻറ്റൻസ്, പീപ്പിൾ റീഡ് ദിസ് ബുക്ക് എവരിവെയർ. പീപ്പിൾ റീഡ് ദിസ് ബുക്ക് എവരിവെയർ. ഈ സെൻറ്റൻസിൻ്റെ മീനിങ് എന്താണ്? ആളുകൾ ഈ പുസ്തകം എല്ലായിടത്തും വായിക്കുന്നു. ആളുകൾ ഈ പുസ്തകം എല്ലായിടത്തും വായിക്കുന്നു, അല്ലെങ്കിൽ എല്ലായിടത്തും ആളുകൾ ഈ പുസ്തകം വായിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ആളുകൾ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഇവിടെ ഉണ്ട്. ഇതിന് നമ്മൾ സബ്ജക്റ്റ് എന്നാണ് ഇംഗ്ലീഷിൽ പറയാം. കാരണം ആളുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്, അല്ലേ? അല്ലെങ്കിൽ ആളുകൾ ഇവിടെ ഒരു ആക്ഷൻ ചെയ്യുന്നുണ്ട്, റൈറ്റ്? ആളുകൾ ചെയ്യുന്ന ആക്ഷൻ എന്താ? റീഡ് എന്നുള്ളതാണ്. അപ്പോൾ സബ്ജക്റ്റ് ഇവിടെ ഉണ്ട്, പിന്നെ റീഡ് എന്ന് പറയുന്ന വേർബ് ഇവിടെ ഉണ്ട്. പിന്നെ എന്താണ് വായിക്കുന്നത്? ദിസ് ബുക്ക്, ഈ ബുക്കാണ് വായിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ഇംഗ്ലീഷിൽ സബ്ജക്റ്റ് എന്ന് പറയാം. ഓക്കെ, പിന്നെ ഇതെന്താണ്? ഇത് വേർബാണ്. ഓക്കെ, ദിസ് ബുക്ക് എന്നുള്ളത് എന്താണ്? ദിസ് ഈസ് ഒബ്ജക്റ്റ്. അപ്പോൾ സബ്ജക്റ്റ് ഇസ് ദെയർ, റീഡ് എന്ന് പറയുന്ന വേർബ് ഇസ് ദെയർ, ആൻഡ് ദിസ് ബുക്ക് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഈസ് ഓൾസോ ഹിയർ. ഒരു സെൻറ്റൻസിലെ ഒരു കേന്ദ്ര കഥാപാത്രമാണ് ആര്? സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ആരാണോ അവിടെ ആ കാര്യം ചെയ്യുന്നത്, പ്രവൃത്തി ചെയ്യുന്നത്, അവരെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ നോക്കൂ, ഇവിടെ നമ്മൾ പീപ്പിൾ റീഡ് ദിസ് ബുക്ക് എവരിവെയർ എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഇവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ആളുകൾ എന്താണ് ചെയ്യുന്നത്? വായിക്കുകയാണ്, അല്ലേ? ആളുകൾ വായിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്താണ് വായിക്കുന്നത്? ഈ ബുക്ക്, ഏത് ബുക്ക് ആയിക്കൊള്ളട്ടെ, ഒരു ബുക്കാണ്. ദിസ് ബുക്ക്, എല്ലായിടത്തും, എവരിവെയർ. ഇതിന് നമ്മൾ പറയുന്നത് ആക്റ്റീവ് വോയിസ് എന്നുള്ളതാണ് ഇംഗ്ലീഷിൽ. ദിസ് ഈസ് ആക്റ്റീവ് സെൻറ്റൻസ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്കതിനെ ആക്റ്റീവ് വോയിസ് എന്ന് പറയാം. ഇനി അടുത്തൊരു സെൻറ്റൻസ് നിങ്ങൾ നോക്കൂ. ദിസ് ബുക്ക് ഈസ് റെഡ് എവരിവെയർ. ദിസ് ബുക്ക് ഈസ് റെഡ് എവരിവെയർ. ഈ സെൻറ്റൻസിൻ്റെ മീനിങ് എന്താണ്? ഈ പുസ്തകം എല്ലായിടത്തും വായിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഈ ആദ്യം പറഞ്ഞ സെൻറ്റൻസിൻ്റെ പാസീവ് സെൻറ്റൻസ് ആണിത്. ഇതിലേക്ക് വരുന്ന സമയത്ത് ഇതിൽ ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. എന്താണ് മാറ്റം? ഇവിടെ ആരാണ് വായിക്കുന്നത് എന്നിവിടെ പറയുന്നില്ല, മറിച്ച് എന്താണ് പറയുന്നത്? ഈ പുസ്തകം വായിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ പുസ്തകം വായിക്കുന്നുണ്ട്. വായിക്കുന്നത് സ്വാഭാവികമായിട്ടും ആളുകളായിരിക്കില്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ഈ പീപ്പിൾ എന്ന് പറയാതെ ഈ പുസ്തകം വായിക്കുന്നുണ്ട് എന്നുള്ളതിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ആക്റ്റീവിൽ പറഞ്ഞ കാര്യം നമ്മളിവിടെ പാസീവിലേക്ക് എഴുതുമ്പോൾ ഇങ്ങനെയാണ് വരിക. ദിസ് ബുക്ക് ഈസ് റെഡ് എവരിവെയർ. ഇനി ഇതെങ്ങനെയാണ് മാറ്റുന്നത് എന്ന് നമുക്ക് നോക്കാം. ആക്റ്റീവ് വോയിസിൽ പീപ്പിൾ റീഡ് ദിസ് ബുക്ക്, ആളുകൾ, അത് സബ്ജക്റ്റാണ്. ആളുകൾ വായിക്കുന്നു, അല്ലേ? റീഡ്, വായിക്കുക എന്നുള്ളതിന്. അപ്പോൾ അത് വേർബാണ്. എന്താണ് വായിക്കുന്നത്? ദിസ് ബുക്ക്. അപ്പോൾ ഈ ആക്റ്റീവ് വോയിസിൽ നമുക്കൊരു ഒബ്ജക്റ്റ് ഉണ്ട്, അല്ലേ? എന്താണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്? ദിസ് ബുക്ക് എന്നുള്ളതാണ്, ഈ ബുക്ക്. അപ്പോൾ ഈ ഒബ്ജക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ വേർബിനോട് ആര് അല്ലെങ്കിൽ എന്ത് എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്കൊരു ഉത്തരം കിട്ടും. അതായിരിക്കും അതിൽ ഒബ്ജക്റ്റ്. ഇനി അങ്ങനെ ഉത്തരം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സെൻറ്റൻസിന് ഒബ്ജക്റ്റ് ഇല്ല എന്നാണ് അർത്ഥം. അങ്ങനെയുള്ള ഒബ്ജക്റ്റ് ഇല്ലാത്ത ഒരു സെൻറ്റൻസിന് നമുക്ക് പാസീവ് വോയിസ് ഇല്ല. അതിനെ നമുക്ക് പാസീവ് വോയിസിലേക്ക് മാറ്റാൻ കഴിയില്ല. ഓക്കെ, സോ പീപ്പിൾ റീഡ് ദിസ് ബുക്ക് എവരിവെയർ. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ ഒബ്ജക്റ്റ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് അത് സബ്ജക്റ്റ് ആയിട്ട് വരും. ഇവിടെ നമ്മൾ ഇതിനിവിടെ സബ്ജക്റ്റ് ആയിട്ട് എഴുതിക്കണ്ടോ? ദിസ് ബുക്ക്, ദിസ് ബുക്ക്, ഈ പുസ്തകം. ദിസ് ബുക്ക് എന്ന് പറയുന്നത് ഒരു ബുക്കാണ്, അല്ലേ? ഒരു പുസ്തകത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ദിസ് ബുക്ക് എന്നുള്ളത് സിംഗുലറോ പ്ലൂറലോ ഏതാണ്? സിംഗുലറാണ്, ഒന്നാണ്. അപ്പോൾ ദിസ് ബുക്ക് എന്ന് പറയുന്ന സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ ഈസ് എന്നാണ് ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ ഒന്നുകിൽ ഈസോ അല്ലെങ്കിൽ ആറോ അല്ലെങ്കിൽ ആമോ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ പാസീവ് വോയിസ് ഉണ്ടാക്കുന്നത്. പിന്നെ ഈ വേർബ് എന്നുള്ളതിൻ്റെ തേർഡ് ഫോം, V3 ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. അപ്പോൾ നിങ്ങൾ നോക്കൂ, ദിസ് ബുക്ക് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഏതാണ് ഉപയോഗിക്കേണ്ടത്? ഈസ് ആണ് ഉപയോഗിക്കേണ്ടത്. കാരണം ഒരു ബുക്കാണ്.
ദീസ് ബുക്സ്, ഒന്നിൽ കൂടുതൽ പുസ്തകങ്ങളാണെന്നുണ്ടെങ്കിൽ ഈസിന് പകരം നമ്മൾ ആർ ഉപയോഗിക്കണം. മനസ്സിലായല്ലേ? അപ്പോൾ ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നാണ് പാസീവ് വോയിസിൽ വരിക, സിമ്പിൾ പ്രസന്റ് ടെൻസിൽ കേട്ടോ, ബിക്കോസ് വി ആർ ടോക്കിംഗ് അബൌട്ട് സിമ്പിൾ പ്രസന്റ് ടെൻസ്, റൈറ്റ്? സോ ദിസ് ബുക്ക് ഈസ്. പിന്നെ നമ്മൾ വേർബിൻ്റെ തേർഡ് ഫോമാണ് ഉപയോഗിക്കുന്നത്. റീഡ് എന്നല്ല അത് വായിക്കുക, ഇത് റെഡ് എന്നാണ് വായിക്കുക. കാരണം ഇത് എന്താണ്? ഇത് V3 ഫോമാണ്, വേർബിൻ്റെ മൂന്നാമത്തെ ഫോമാണ്. ഇപ്പോൾ റീഡ് എന്നുള്ളത് അതിൻ്റെ പ്രസൻറ്റ് ഫോം, റെഡ് എന്നുള്ളത് പാസ്റ്റ് ഫോം, റെഡ് അഗെയിൻ ദാറ്റ് ഈസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം, മൂന്നാമത്തെ ഫോം. ആ മൂന്നാമത്തെ ഫോമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. സോ ദിസ് ബുക്ക് ഈസ് റെഡ് എവ്രിവെയർ. ഈ പുസ്തകം എല്ലായിടത്തും വായിക്കുന്നു അല്ലെങ്കിൽ വായിക്കപ്പെടുന്നു. അതാണ് പാസീവ് വോയിസ്. ഇപ്പോൾ ഇങ്ങനെ ഈ രണ്ട് സെൻറ്റൻസിൽ നമുക്ക് കുറച്ചും കൂടിയൊക്കെ ഈസി ആയിട്ടും നമ്മൾ കോമൺലി പറയാനും കൂടി നല്ലത് ഇങ്ങനെയുള്ള ഒരു സെൻറ്റൻസ് ആണ്. ദിസ് ബുക്ക് ഈസ് വൈഡ്ലി റെഡ്. ഈ പുസ്തകം വൈഡായിട്ട് അല്ലെങ്കിൽ പരക്കെ വായിക്കപ്പെടുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് പാസീവ് വോയിസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. അവിടെ നടക്കുന്ന കാര്യം എന്താണോ അതിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആരാണ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു പക്ഷേ നമുക്ക് വേണമെങ്കിൽ മാറ്റി വെക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ അതിന് ഇമ്പോർട്ടൻസ് ഉണ്ടാവില്ല. ഇപ്പോൾ ആളുകളാണ് വായിക്കുക എന്നുള്ളത് നമുക്ക് നല്ലപോലെ അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ പീപ്പിൾ എന്നുള്ളത് നോർമലി പറയണ്ട. ഇനി പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബൈ വെച്ചിട്ട് അവിടെ പറയാം, ബൈ പീപ്പിൾ എന്ന് പറയാം. ഓക്കെ, ഇനി ഇതേപോലെ നമുക്ക് അടുത്ത സെൻറ്റൻസ് ഒന്ന് പാസീവ് വോയിസിലേക്ക് മാറ്റി നോക്കാം. വി സെൽ വെജിറ്റബിൾസ് ഹിയർ. വി സെൽ വെജിറ്റബിൾസ് ഹിയർ. സെൽ വെജിറ്റബിൾസ് അല്ലേ? സബ്ജക്റ്റ് ആരാണ്? വി ആണ്. ഇതാണ് സബ്ജക്റ്റ്. സെൽ എന്ന് പറയുന്നത് അവിടുത്തെ വേർബാണ്. എന്താണ് വിൽക്കുന്നത്? അതാണ് വെജിറ്റബിൾസ്, ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇതിനെ ഈ പറഞ്ഞ ആക്റ്റീവ് വോയിസ് നമുക്ക് പാസീവ് വോയിസിലേക്ക് മാറ്റാം. ഇവിടെ ആക്റ്റീവ് സെൻറ്റൻസിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, അവിടെ ഒരു സബ്ജക്റ്റ് ഉണ്ട്, ഒരു വേർബ് ഉണ്ട്, ഒരു ഒബ്ജക്റ്റ് ഉണ്ട് അല്ലേ? അപ്പോൾ സബ്ജക്റ്റ് വി എന്നുള്ളതാണ്, സെൽ എന്നുള്ളത് വേർബാണ്, പിന്നെ അതുപോലെ തന്നെ വെജിറ്റബിൾസ് എന്നുള്ളത് അവിടുത്തെ ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ ഇവിടുത്തെ ഒബ്ജക്റ്റ് ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വരും. അപ്പോൾ എങ്ങനെ വരിക? വെജിറ്റബിൾസ്. വെജിറ്റബിൾസ്, സി വെജിറ്റബിൾസ്. ഇനി ഇത് വെജിറ്റബിൾസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസ് അവിടെ ഉപയോഗിക്കാൻ കഴിയില്ല, നമുക്ക് ആറാണ് ഉപയോഗിക്കാൻ പറ്റുക. കാരണം ഈസ്, ആർ, ആം. കാരണം വെജിറ്റബിൾസ് എന്ന് പറയുന്നത് ഒരു പ്ലൂരൽ സ്വഭാവമുള്ള സംഗതിയാണ് അല്ലേ? ഒന്നിൽ കൂടുതൽ സംഗതികളെ കുറിച്ച് പറയുന്നതാണ്. സോ വെജിറ്റബിൾസ് ആർ ഈ സെൽ എന്ന് പറയുന്ന വേർബിൻ്റെ തേർഡ് ഫോം. സോ വാട്ട് ഈസ് ഇറ്റ്? സോൾഡ്. ദിസ് ഈസ് V3 ഫോം. സെൽ, സോൾഡ്, സോൾഡ്. ഓക്കെ, സോ വെജിറ്റബിൾസ് ആർ സോൾഡ് ഹിയർ. പച്ചക്കറികൾ ഇവിടെ വിൽക്കുന്നു അല്ലെങ്കിൽ വിൽക്കപ്പെടുന്നു. മനസ്സിലായോ? ഇവിടെ ഞങ്ങൾ പച്ചക്കറി വിൽക്കുന്നു എന്നാണ് പറയുന്നത്. ഇവിടെയോ പച്ചക്കറികൾ വിൽക്കപ്പെടുന്നു. ചില കടയുടെ മുമ്പിലൊക്കെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും. സോ വെജിറ്റബിൾസ് ആർ സോൾഡ് ഹിയർ. പച്ചക്കറികൾ ഇവിടെ വിൽക്കപ്പെടുന്നു. യു അണ്ടർസ്റ്റാൻഡ്? ഇനി അടുത്തതിലേക്ക് വരുന്ന സമയത്ത് നോക്കൂ. കേരള ഡിസ്കസ് ദിസ് ഇഷ്യൂ. കേരള സബ്ജക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഡിസ്കസ് ഇതെന്താണ്? വേർബാണ്. ഇത് സബ്ജക്റ്റാണ്. ദിസ് ഇഷ്യൂ എന്താണ് ചർച്ച ചെയ്യുന്നത്? ദിസ് ഇഷ്യൂ. അപ്പോൾ അതെന്താണ്? ഒബ്ജക്റ്റ് ആണ് അല്ലേ? സോ കേരള ഡിസ്കസ് ദിസ് ഇഷ്യൂ. ഡിസ്കസ് വാട്ട്? എന്താണ് ചർച്ച ചെയ്യുന്നത്? ദിസ് ഇഷ്യൂ. അപ്പോൾ ദിസ് ഇഷ്യൂ എന്നുള്ളൊരു ആൻസർ ഇവിടെ ഉണ്ട്, അതാണ് അതിൻ്റെ ഒബ്ജക്റ്റ്, റൈറ്റ്? സോ ഇനി നമ്മൾ ഇതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുന്ന സമയത്ത് ദിസ് ഇഷ്യൂ ഇത് അവിടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നു. ദിസ് ഇഷ്യൂ. പിന്നെ ഈ ഇഷ്യൂ എന്ന് പറയുമ്പോൾ അത് ഒരു ഇഷ്യൂ ആണ് അല്ലേ? അല്ലെങ്കിൽ ഒരു സിംഗുലർ സബ്ജക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ദിസ് ഇഷ്യൂ എന്ന് പറഞ്ഞതിന് ശേഷം ഈസ് ആണ് വെക്കുന്നത്. ദിസ് ഇഷ്യൂ ഈസ്. പിന്നെ ഈ പറയുന്ന വേർബ് അതിൻ്റെ തേർഡ് ഫോം എന്താണ്? ഡിസ്കസ്, ഡിസ്കസ്ഡ്, ഡിസ്കസ്ഡ്. ദിസ് ഇഷ്യൂ ഈസ് ഡിസ്കസ്ഡ് ഇൻ കേരള. ഈ വിഷയം കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു. യു അണ്ടർസ്റ്റാൻഡ്? കേരള ഡിസ്കസ് ദിസ് ഇഷ്യൂ. ദിസ് ഇഷ്യൂ ഈസ് ഡിസ്കസ്ഡ് ഇൻ കേരള. ഇനി അവസാനത്തേത്. വി കണ്ടക്ട് ദിസ് പ്രോഗ്രാം എവ്രി ഇയർ. വി കണ്ടക്ട് ദിസ് പ്രോഗ്രാം എവ്രി ഇയർ. സബ്ജക്റ്റ് ആരാണ്? എന്താ? വി. അത് സബ്ജക്റ്റ് ആയിട്ട് വരുന്നു. എന്താണ് ചെയ്യുന്നത്? കണ്ടക്ട്, നടത്തുക അല്ലേ? അപ്പോൾ അതെന്താണ്? വേർബാണ്. പിന്നെ എന്താണ് നടത്തുന്നത്? ഒരു പ്രോഗ്രാമാണ്. ദിസ് പ്രോഗ്രാം ഇതെന്താണ്? ഒബ്ജക്റ്റ് ആണ് അല്ലേ? കണ്ടക്ട് എന്ന് പറയുന്ന വേർബിനോട് അല്ലേ എന്ത് നടത്തുന്നു? കണ്ടക്ടിങ് വാട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദിസ് പ്രോഗ്രാം എന്ന് നമുക്ക് ഇവിടെ ഒരു ആൻസർ ഉണ്ട്. അപ്പോൾ ആ ദിസ് പ്രോഗ്രാം എന്നുള്ള ഒബ്ജക്റ്റിനെ നമ്മളിവിടെ സബ്ജക്റ്റ് ആക്കി കൊണ്ടുവരാം. സോ ദിസ് പ്രോഗ്രാം, ലുക്ക് അറ്റ് ദിസ് പ്രോഗ്രാം ഇതിവിടെ സബ്ജക്റ്റ് ആയി. അപ്പോൾ ദിസ് പ്രോഗ്രാം എന്ന് പറയുന്ന സമയത്ത് ഇത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? ഒന്നല്ലേ? സോ ദിസ് പ്രോഗ്രാം ഈസ്. പിന്നെ ഈ വേർബ് കണ്ടക്ട് എന്ന് പറയുന്ന വേർബിൻ്റെ തേർഡ് ഫോം. കണ്ടക്ട്, കണ്ടക്റ്റഡ്, കണ്ടക്റ്റഡ്. ദിസ് പ്രോഗ്രാം ഈസ് കണ്ടക്റ്റഡ് എവ്രി ഇയർ. ഈ പരിപാടി എല്ലാ വർഷവും നടത്താറുണ്ട്. ആരാണ് നടത്തുന്നത്? ഡസൻ മാറ്റർ. അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ബൈ വെച്ചിട്ട് നമ്മൾ അതിന് ബൈ ഏജൻറ്റ് എന്ന് പറയും. ഗ്രാമറിൽ അങ്ങനെ പറയും. അത് വെച്ചിട്ട് വേണമെങ്കിൽ കൊടുക്കാം. പക്ഷേ ഇങ്ങനെ പറയുന്ന സെൻറ്റൻസുകൾക്ക് നോർമലി നമുക്ക് ബൈ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ എന്താണോ നടക്കുന്നത് ആ കാര്യത്തിനാണ് അവിടെ ഇമ്പോർട്ടൻസ്.
മനസ്സിലായോ? ഇതിനാണ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ പാസീവ് വോയിസ് എന്ന് പറയുന്നത്. ഞാൻ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ പാസീവ് രൂപങ്ങൾ, കുറച്ചധികം പാസീവ് രൂപങ്ങൾ ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളതൊന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളുണ്ട്. നിങ്ങളുടെ ഒരു ലെവലിനനുസരിച്ചിട്ടുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാം. സ്പീക്കിംഗ് പ്രാക്ടീസുകളിലൂടെയാണ് ട്രെയിനറും ഒത്തുള്ള സംസാരിച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള സെഷൻസാണ് ഉണ്ടാവുക. അപ്പോൾ ഈ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ നമ്പർ കൊടുക്കുന്നുണ്ട്, കോൺടാക്ട് ചെയ്യാം. I'll see you soon with another good topic. Bye bye.